الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن شجرة الزقوم طعام الأثيم كالمهل يغلي في البطون كعل الحميم خذوه فاعتلوه إلى سواء الجحيم ثم صبوا فوق رأسه من عذاب الحميم. ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ യഥാവിധി സൂക്ഷിച്ച് ജീവിക്കാൻ ആദ്യം എന്നോടും മുഴുവൻ വിശ്വാസിനികളോടും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുക. പരിശുദ്ധ ഖുർആൻ പരിശോധിക്കുന്ന, ആ ഖുർആൻ പഠിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതിൻ്റെ 1/3 ഭാഗം ചർച്ച ചെയ്യുന്നത് പരലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ചാണ്. അതിൽ തന്നെ ഗൗരവപരമായ ചർച്ച നടത്തിയിട്ടുള്ളത് നരകത്തിൻ്റെ കഠിന ശിക്ഷയെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നരകശിക്ഷയെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിൻ്റെ ജാഗ്രത അനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കുക എന്നത് ഏറ്റവും ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിലൂടെ ഉടനീളം നരകത്തെക്കുറിച്ച് അള്ളാഹു പറയുകയാണ്, പല സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ. ഒരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞത് ഒമാ അദ്റാക മൽ ഹുത്തമ, ഹുത്തമ എന്താണെന്ന് താങ്കൾക്കറിയാമോ? അങ്ങനെ ഒരു സംസാര ശൈലി തന്നെ ഗൗരവം കൂടുതൽ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഹുത്തമ എന്ന് പറഞ്ഞാൽ ഇടിച്ചുടക്കുന്ന നരകം. ഒരു ജ്യൂസ് മെഷീൻ പോലത്തെ വലിയൊരു മെഷീൻ നമ്മൾ സങ്കല്പിക്കുക, അതിലേക്ക് ഇങ്ങനെ ഇടുന്നതോടുകൂടി പെട്ടെന്ന് തന്നെ സെക്കൻഡുകളുടെ, മൈക്രോ സെക്കൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ആ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇടിച്ചുടക്കുന്ന നരകം. പക്ഷെ അവിടെ എന്താണ്? മരണമില്ല. ആ വേദനയും പ്രയാസങ്ങളും അസ്വസ്ഥതകളും ഭീകരമായി അനുഭവിക്കുന്ന സമയത്ത് ആ അനുഭവത്തിന്റെ ഓരോ സെക്കൻഡിലും ആഗ്രഹിക്കുകയാണ്. ആ ഓരോ സെക്കൻഡിലെ എത്രയോ ചെറുതായി നമ്മൾ വിഭജിച്ചാലും ആ സെക്കൻഡിലും നരകാവകാശികൾ ആഗ്രഹിച്ചു പോവുകയാണ്, മരണപ്പെട്ടിരുന്നെങ്കിൽ, തീർന്നു പോയിരുന്നെങ്കിൽ.
അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകത്തിന്റെ ശിക്ഷ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇവിടുത്തെ തീയിനേക്കാൾ 69 ഇരട്ടി ശക്തിയുണ്ട് എന്നാണ്. അത് നമുക്ക് മനസ്സിലാവാവുന്ന ഒരു ഭാഷ പറഞ്ഞു എന്ന് മാത്രം. സത്യത്തിൽ നമ്മുടെ സങ്കല്പങ്ങൾക്കെല്ലാം അപ്പുറത്താണ്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടുത്തെ തീയിൽ, ഇവിടെ നമ്മൾ തീ ഇങ്ങനെ കാണുമ്പോൾ ആ തീയിൽ നമ്മളൊന്ന് കൈവച്ച് നോക്കുക, നമുക്ക് എത്ര നേരം ആ കൈ വെക്കാൻ സാധിക്കും? അപ്പോൾ 69 ഇരട്ടി എന്ന് പ്രവാചകൻ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വിശദീകരിച്ച ആ ശിക്ഷ അത് നമുക്ക് എങ്ങനെ അനുഭവിക്കാൻ സാധിക്കും? ഒരു സെക്കൻഡ് പോലും നമുക്ക് അനുഭവിക്കാൻ സാധ്യമല്ല. തീർച്ചയായും അത്രമാത്രം കഠിനമാണ്. അപ്പൊ നരകത്തിന്റെ ശിക്ഷയെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞതിലെ ഒരു ഭാഗമാണ് ഞാൻ ഇവിടെ ഓതിയത്. ഇന്ന ശജറത്തസ് സഖൂം, തീർച്ചയായും സഖൂം മരം, തആമുൽ അസീം, അത് പാപികളുടെ ഭക്ഷണമാണ്. കൽ മുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ, അതവര് കഴിക്കാൻ ആഗ്രഹിച്ചിട്ടല്ല, പക്ഷെ കഴിക്കേണ്ടി വരും. അങ്ങനെ അത് കഴിച്ച് അത് വരെ വയറിൽ എത്തിക്കഴിഞ്ഞാൽ അത് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കും. ചുട്ടുപഴുത്ത നമ്മള് തണുപ്പുള്ളതിലേക്ക് എത്ര ഉയർന്ന തണുപ്പുള്ളതിലേക്കും നല്ല ചൂടുള്ള സാധനം ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ തണുത്ത ഐസ് കട്ടാണെങ്കിൽ പോലും അത് തിളച്ചു മറിയും, അത്രയും ചൂടുള്ള. അതുപോലെ തിളച്ചു മറിയുന്ന ഈ ഭക്ഷണം അയാളെ വയറിൽ എത്തിക്കഴിഞ്ഞാൽ ആ വയറ് തിളച്ചു മറിയുകയാണ്. കഅല്ലിൽ ഹമീം, ഏതുപോലെ? ചുട്ടുപഴുത്ത വെള്ളം തിളക്കുന്നത് പോലെ. ഖുദൂഹു, അവനെ പിടിക്കൂ. അപ്പൊ ഈ അസഹ്യതയിൽ അയാള് ഇത് അനുഭവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നരകത്തിന്റെ പ്രത്യേക ഭാഗത്തിൽ നിന്ന് അവൻ ഓടി മാറും. അപ്പോ നരകത്തിന്റെ കാവൽക്കാർ പറയുകയാണ്, അവനെ പിടിക്കൂ, ഖുദൂഹു ഫഅ്തിലുഹു, എന്നിട്ട് അവനെ വലിച്ചെടുത്ത് കൊണ്ടുവരിക. ഇലാ സവാഇൽ ജഹീം, നരകത്തിന്റെ മധ്യത്തിലേക്ക്. അപ്പൊ മധ്യത്തിലേക്ക് അയാളെ പിടിച്ചു വലിച്ചു കൊണ്ടുവരികയാണ്. എന്നിട്ട് സുമ്മ സുബ്ബൂ, എന്നിട്ട് അവന്റെ മേലെ ഒഴിക്കുക. ഫൗഖ റഅസിഹി, അവന്റെ തലയുടെ മീതെ. മിൻ അദാബിൽ ഹമീം, തിളച്ചു മറിയുന്ന ആ വെള്ളം അവന്റെ തലയിലൂടെ ഒഴിച്ചുകൊണ്ട് അവനെ ശിക്ഷയുടെ കാഠിന്യത്തെ കൂടുതൽ ആസ്വദിപ്പിക്കുക, അദാബ് എടുപ്പിക്കുകയാണ്. ഇനി നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ. ഖുർആനില് നമ്മൾ നരകശിക്ഷയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് കൂടിയുണ്ട്. നമ്മൾ എത്ര ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നറിയില്ല, പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ ഭക്ഷണം വെള്ളവും കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഭക്ഷണം വെള്ളം, ഇവിടെ ഞാൻ പറഞ്ഞത് ഈ ആയത്തില് ഭക്ഷണം. അപ്പൊ നരകത്തിന്റെ അതിന്റെ ആഴങ്ങളിൽ, അതിന്റെ ഭീകരമായിട്ടുള്ള തീജ്വാലകൾക്കിടയിൽ, അതിന്റെ ആ സാഹചര്യത്തിൽ വളർന്നു വരുന്ന ആ ഒരു മരം, അതിലൊരു കായയെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞത്. വേറെ പല സ്ഥലത്ത് ഭക്ഷണം വെള്ളം പറയുന്നുണ്ട്. ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ദരീഅ, ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ദരീഅ, ദരീഇൽ നിന്നല്ലാതെ അവന് ഭക്ഷണമില്ല. ഭക്ഷണമാണ് ചർച്ച ചെയ്തത്. അപ്പോ എന്താണ് ദരീഅ? ഒരു തരം വിഷച്ചെടി, കഠിനതയുള്ള മുള്ളുകളാൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു തരം വിഷച്ചെടി. അത് ഇയാളെ കൊണ്ട് കഴിപ്പിക്കും, കഴിക്കേണ്ടി വരും, അത്രയും വിശപ്പാണ്. വിശപ്പ് തന്നെ ഒരു ശിക്ഷയായി മാറുന്നു. ആ സാഹചര്യത്തിൽ അയാൾ അത് കഴിക്കുമ്പോൾ ആന്തരിക അവയവങ്ങളിൽ മുഴുവനും അത് കൊളുത്തി വലിക്കുന്നു. അതിന്റെ മുള്ളുകൾ തറഞ്ഞ് വേദന സഹിക്കാതെ അയാൾ വെള്ളത്തിന് വേണ്ടി കേഴുകയാണ്. ഹാദാ ഫൽയദൂഖൂ, അതിനാൽ ആസ്വദിച്ചു കൊള്ളുക. ഹമീമൻ വഗസ്സാഖ്, ചുട്ട് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന വെള്ളം. ഹമീം, ആ വെള്ളം കുടിപ്പിക്കണേ. ഇവൻ തന്നെ പറയാണ് ഈ വെള്ളത്തിന് വേണ്ടിയിട്ട്. പക്ഷെ ആ വെള്ളമാണെങ്കിലോ
ഹമീം എന്ന് പറഞ്ഞാൽ കുടൽമാലകളെ പോലും ചിതറിത്തെറിപ്പിക്കുന്ന രീതിയിലുള്ള അതീവ കഠിനതയേറിയിട്ടുള്ള ആ വെള്ളം അയാൾ കുടിക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ ദുർഗന്ധത്താൽ രൂപപ്പെട്ട ശരീരം, നരകാവകാശികളുടെ ശരീരത്തിലെ ചലവും രക്തത്തിൽ നിന്നുമെല്ലാം രൂപപ്പെട്ടിട്ടുള്ള അതിതണുപ്പുള്ള ഒരു തരം ഭക്ഷണം, അതും ഇയാളെ കൊണ്ട് കഴിപ്പിക്കുക. ആ ഭക്ഷണം കഴിക്കുന്നതോടുകൂടി തണുപ്പിന്റെ കാഠിന്യത്താൽ ശരീരത്തിന്റെ തൊലിപ്പുറങ്ങൾ പൊള്ളിപ്പോകും. തണുപ്പാണ് സാധനം, പക്ഷെ ആ തണുപ്പ് നമ്മൾ ഇവിടുത്തെ തണുപ്പല്ല. ഇവിടുത്തെ തണുപ്പിന് സംഭവിക്കുന്നത് ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുന്നത്. തണുപ്പുള്ള സാധനമാണ്, പക്ഷെ അത് കഴിപ്പിക്കേണ്ടി വരുന്നു. കഴിച്ചു കഴിഞ്ഞാലോ ശരീരത്തിന്റെ ബാഹ്യഭാഗത്തുള്ള ഭാഗങ്ങൾ മുഴുവൻ പൊള്ളിപ്പോവുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചത്, എന്തിനാണ് ഈ ഭക്ഷണം വെള്ളവും ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്? കുറെ സ്ഥലത്ത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഊതിക്കൊണ്ടിരിക്കെ തൊണ്ടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഭക്ഷണം, തൊണ്ടയിൽ ഇങ്ങനെ കുടുങ്ങുന്ന ആ ഭക്ഷണത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയാണ്. റിസ്ലീൻ മറ്റൊരു ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞാണ്. വെള്ളവും ഭക്ഷണവും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് എന്തിനു വേണ്ടിയാണ് എന്ന് നമ്മൾ ശരിക്കും ചിന്തിക്കണം. അള്ളാഹു മനുഷ്യർക്ക് നൽകിയ ഏറ്റവും മഹത്തായ അനുഗ്രഹം, ഈ ദുനിയാവിൽ നൽകിയ അനുഗ്രഹം, അത് ഭക്ഷണവും വെള്ളമാണ്. വേറെ എന്തുമല്ലേ നമുക്ക് പിടിച്ചിക്കാൻ പറ്റും, പക്ഷെ ഭക്ഷണം വെള്ളം ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അള്ളാഹു അനുഗ്രഹമായി നൽകിയ അതേ ഭക്ഷണത്തെയും ആ വെള്ളത്തെയും ആസ്വദിച്ചുകൊണ്ട് മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുകയും എന്നാൽ അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുകയും ആ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുകയും ചെയ്തതിന്റെ ഫലമായി നരകത്തിന്റെ കഠോരമായിട്ടുള്ള ആ വിപത്തിലേക്ക്, ഭീകരതയിലേക്ക് അവനെ വലിച്ചെറിയുമ്പോൾ അതേ ഭക്ഷണവും വെള്ളവും അവനെ ശിക്ഷിക്കാനുള്ള ഉപകരണമാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റുന്നു. അത് അവനോടുള്ള അവഹേളനമാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹത്തോട് അവൻ കാണിച്ച നന്ദികേടിന്റെ ഏറ്റവും വലിയ ശിക്ഷയാണ്. അപ്പോ വിശ്വാസികൾ എന്താ മനസ്സിലാക്കേണ്ടത്? വിശ്വാസികൾ ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ആ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അവൻ ബിസ്മില്ല എന്ന് പറയുക. വിശ്വാസികൾ വെള്ളം കുടിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞ് വെള്ളം കുടിക്കുകയാണ്. ഭക്ഷണത്തിന്റെ മുന്നിൽ ഭക്ഷണം കാണുമ്പോഴാണ് അൽഹംദുലില്ലാ എന്ന് പറയുകയാണ്. അത് കേവലം ഒരു ചൊല്ലി പറയുന്ന ഒരു ദിക്റല്ല, യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കി പഠിച്ചു വന്നത്. സത്യത്തിൽ അതല്ല എന്നുള്ളതാണ്. അള്ളാഹു എനിക്ക് നൽകിയ ഈ ഭക്ഷണം, അള്ളാഹു എനിക്ക് നൽകിയ ഈ വെള്ളം, അത് അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹമാണ്. തീർച്ചയായും ഈ അനുഗ്രഹത്തിന്റെ പേരിൽ ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഇതേ ഭക്ഷണവും വെള്ളവും എനിക്ക് ശിക്ഷയായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്ന് ബിസ്മില്ല എന്ന് പറയുമ്പോൾ അവൻ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവരായിരുന്നു നമ്മൾ മുൻഗാമികൾ. അങ്ങനെ ചിന്തിക്കണം. ഒരിക്കൽ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം യാത്ര ചെയ്തു വന്നു. മരുഭൂമിയുടെ കഠിനതയിലൂടെ തന്റെ ശിഷ്യന്മാരുമായി യാത്ര ചെയ്തു വന്ന മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ദാഹിച്ചപ്പോ ശിഷ്യന്മാര് വെള്ളം അന്വേഷിച്ച് നടന്നു. അങ്ങനെ അദ്ദേഹത്തിന് മുമ്പിൽ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അങ്ങനെ ആ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി അദ്ദേഹം കൈകളിൽ എടുത്തു വെച്ചുകൊണ്ട് വെള്ളം കുടിക്കുന്നതിന് തൊട്ടു മുമ്പായി അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗദ്ഗദഗണനായിക്കൊണ്ട് ആ വെള്ളം അവിടെ തന്നെ വെക്കുക. അപ്പൊ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, എന്താണ് അങ്ങ് കരഞ്ഞത്? വെള്ളത്തിന് അത്ര ദാഹം ഉണ്ടായിട്ടല്ലേ? മാത്രല്ല അദ്ദേഹം വെള്ളം കുടിക്കാതെ അവിടെ എഴുന്നേറ്റ് പോയി, കുടിച്ചില്ല വെള്ളം. അപ്പോ ചോദിച്ചപ്പോ അദ്ദേഹം പറയണം, വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഓതുന്നു, സൂറത്ത് അറാഫിലെ, വനാദാ അസ്ഹാബുൻ നാരി, നരകത്തിലെ ആ കഠോരമായ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ നരകത്തിൽ കിടന്നുകൊണ്ട് അലറി വിളിച്ചുകൊണ്ട് അവർ കരഞ്ഞുകൊണ്ട് അവർ വിളിക്കുകയാണ്. ആരെയാണ് വിളിക്കുന്നത്? അസ്ഹാബുൽ ജന്ന, സ്വർഗത്തിലെ ആളുകളെ. അപ്പൊ സ്വർഗത്തിലെ ആളുകളെ നരകത്തിലെ ആളുകൾക്ക് സ്വർഗത്തിലെ ആളുകളെയും കാണാവുന്ന ഒരു സിസ്റ്റമാണ് അവിടെ ഉള്ളത്.
സത്യത്തിൽ അതിന്റെ അകലം പരിശോധിച്ചാൽ വളരെ അകലെയാണ്. കാരണം സ്വർഗം അത് ഉയരത്തിലേക്കാണ് വരുന്നത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് ഉയരത്തിലാണ്. നരകം വരുന്നതോ ഏറ്റവും അടിത്തട്ടിലേക്കാണ്, അത് താഴ്ത്തിക്കളയലാണ്. അപ്പോ ഏറ്റവും അടിയിലുള്ള നരകാവകാശികളായ ആളുകൾ സ്വർഗത്തിലെ ആളുകളെ കാണുകയാണ്. ഇതെന്തിനീ കാണിക്കുന്നത്? ആ കാണിക്കൽ എന്നൊരു ശിക്ഷയാണ്. കാരണം എന്താ? ദുനിയാവിൽ അഹങ്കരിച്ച് നടന്ന ആളുകൾ, അള്ളാഹുവിനെ മറന്ന ആളുകൾ, ഉത്ബോധകന്മാരുടെ ഉത്ബോധനത്തെ മൈൻഡ് ചെയ്യാത്ത ആളുകൾ, ഐഹിക ജീവിതത്തിലെ സകലമാന അനുഗ്രഹങ്ങളെയും ആസ്വദിച്ച് അഹങ്കരിച്ച ആളുകൾ, ഇവര് ഇതൊന്നുമില്ലാത്ത പാവങ്ങളായ ആളുകളാണ് മിക്കവാറും സ്വർഗത്തിൽ ഉണ്ടാവുക. ആ സ്വർഗത്തിലുള്ള ആളുകളെ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന ഒരു പ്രത്യേക ചാനൽ അവിടെ അള്ളാഹു ഉണ്ടാക്കുക. അപ്പൊ അവരോട് ചോദിക്കണം, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ വെള്ളത്തിൽ നിന്നൊരൽപ്പം വെള്ളം നൽകിയാലോ? ഞങ്ങൾക്ക് ഇവിടെ നൽകപ്പെടുന്ന വെള്ളം ഭീകരമാണ്. നമ്മൾ കൂട്ടുകാരായിരുന്നില്ലേ? പരസ്പരം കണ്ടിരുന്നവരായിരുന്നില്ലേ? നമ്മൾ ഒരേ കുടുംബക്കാരായിരുന്നില്ലേ? പരസ്പരം അറിയുന്നവരായിരുന്നില്ലേ? ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരായിരുന്നില്ല? പല വിഷയങ്ങളിൽ നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്തിട്ടില്ലേ? അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് അല്പം വെള്ളം തരൂ, ഞങ്ങളുടെ അവസ്ഥ ഭീകരമാണ്, അതുകൊണ്ട് വെള്ളം. അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ആ ഭക്ഷണത്തിന് അല്പം. അപ്പൊ പറയാണ്, ഖാലൂ ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. ഇത് അള്ളാഹു സത്യനിഷേധികളായ കാഫിറുകൾക്ക് അള്ളാഹു നിഷേധിച്ചിരിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സത്യത്തില് പലപ്പോഴും സഹാബാക്കള്, മുൻഗാമികളായ നമ്മുടെ മുഅ്മിനീങ്ങൾ ഭക്ഷണത്തിന് മുമ്പിൽ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്, വെള്ളത്തിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. പലപ്പോഴും അതിന്റെ മുന്നിൽ നിന്ന് അവർക്ക് എഴുന്നേറ്റ് പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ നമ്മള് പേർക്ക് പരിശോധിക്കേണ്ട വിഷയം ബിസ്മില്ലാന്ന് ചെല്ലുന്നവർക്ക് തന്നെ ബോധമില്ല. ഒന്നിനും ബോധം തരുന്ന സാധനം ഇല്ലെങ്കിൽ വെറും വേസ്റ്റാണ്. അപ്പൊ ബിസ്മില്ല എന്ന് പറയുമ്പോൾ അതിൽ ഇങ്ങനെയും ഒരാശയം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിനെ ഓർക്കാൻ, അവന്റെ അനുഗ്രഹത്തെ ഓർക്കാൻ, അവന്റെ ശിക്ഷയെ കൂടി ഓർക്കാൻ ബിസ്മില്ല പറഞ്ഞുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കണം. അത് സാന്ദർഭികമായി ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ചുരുക്കത്തിൽ ഈ നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കാൻ, അതൊരു സെക്കൻഡ് പോലും അനുഭവിക്കാൻ നമുക്കൊരിക്കലും സാധ്യമല്ല. അതിനു വേണ്ടിയാണ് നമ്മൾ ഓരോ സെക്കൻഡിലും നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കേണ്ടത്. നമ്മൾ പരിശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഇവിടെ വന്നിട്ടുള്ള സഹോദരന്മാർ, സഹോദരിമാർ, എന്താ അവരുടെ ലക്ഷ്യം? നമ്മൾ ഓരോരുത്തരുടെ ലക്ഷ്യം എന്താ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. നമ്മുടെ പ്രാർത്ഥനകൾ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് എന്താണ്? അല്ലാഹുവേ, നരകത്തിന്റെ കഠോരമായ ആ ശിക്ഷ, നിന്റെ കോപത്തിന്റെ ആ അംശം അത് അനുഭവിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അല്ലാഹുവേ, ഞങ്ങളെ രക്ഷിക്കണേ. സത്യത്തിൽ അതാണ്. ഈ ജുമാ എന്തിനാണ്? ഈ പള്ളി എന്തിനാണ്? നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളും, ഓരോ നിമിഷങ്ങളിലെ നമ്മുടെ ചിന്തകളും പദ്ധതികളും യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മകൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്, ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്, യാ ഫാത്തിമ ഇത്തഖിന്നാർ വലൗ ബിശിക്കിൻ തംറ. ഒരു കാരക്കയുടെ ചീള് കൊണ്ടെങ്കിലും. അതിന്റെ അർത്ഥം എന്താ? കാരക്കന്റെ ചീളുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടും എന്നാണോ ആ പറഞ്ഞത്? അല്ല. ഒരു കാരക്കയുടെ ചീളുകൾ കൊണ്ടെങ്കിലും ഫാത്തിമ മോളെ, നീ നിന്നെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ ശ്രമിക്കണം. അതിന്റെ അർത്ഥം എന്താ? ചെറുതും വലുതുമാവട്ടെ, എത്ര ചെറിയ പ്രവർത്തനമാണെങ്കിലും, ഇപ്പൊ ചെറിയൊരു പ്രവർത്തനം നമ്മൾ മുന്നിൽ വന്നു, ആ പ്രവർത്തനത്തെ നമ്മൾ നോക്കിക്കാണുന്നത് എന്തിനാണ്? എങ്ങനെ നോക്കിക്കാണണം? ഇത് ചെറിയ പ്രവർത്തനമല്ല, ഇതൊരു പക്ഷേ എന്റെ റബ്ബി എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനമായിരിക്കാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എന്ന ലക്ഷ്യത്തോടുകൂടി ആ സൽക്കർമ്മം പ്രവർത്തിക്കുക. എത്ര വലുതും ചെറുതുമാവട്ടെ, അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്, അള്ളാഹുവേ, ഇതെന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട കാര്യമാണ്. പടച്ചവനെ, ഞാനിതാ ഇതിൽ നിന്ന് മാറി നിൽക്കുകയാണ്, നരകത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെടും. അപ്പൊ ചെറുതും വലുതുമായ, അത് എത്ര നിസ്സാരമാണ് എന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും, ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈഅ
വലൗ അൻ തൽക അഖാക ബിവജ്ഹിൻ തലീം. നമ്മുടെ സഹോദരനൊക്കെ ഒന്ന് പുഞ്ചിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയൊരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്, പക്ഷെ വലിയ കാര്യമാണ്. അതിനെ നിസ്സാരമാക്കരുത്. കാരണം എന്താ? നമ്മുടെ നരകത്തിന് രക്ഷപ്പെടുത്താനുള്ള കാര്യമായിരിക്കാം അത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന വിഷയം കുറച്ചുകൂടി ഗൗരവമുള്ള കാര്യമാണ്. എങ്ങനെയാണ് നമ്മൾ നരകത്തിന് രക്ഷപ്പെടുക? എല്ലാ മാർഗവും ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ എന്താണ് മാർഗം? നരകത്തിന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താ? സാധാരണ നമ്മൾ പഠിച്ചു വച്ചിട്ടുള്ളത്, പൗരോഹിത്യം നമ്മളെ പഠിപ്പിച്ചു വന്നിട്ടുള്ളത് അടിസ്ഥാനപരമായിട്ട് അവർ പഠിപ്പിച്ചതല്ല യാഥാർത്ഥ്യം എന്നുള്ളതാണ്. എന്താണ്? നമസ്കാരം. മാ സലകകും ഫീ സഖർ, നരകത്തിലെ സഖറിൽ നിങ്ങൾ എങ്ങനെ എത്തി? ലം നകു മിനൽ മുസല്ലി, നമസ്കരിച്ചിരുന്നില്ല ഞങ്ങൾ. അപ്പൊ നമസ്കാരമാണോ കാരണം? നമസ്കാരം ഒരു കാരണമാണ്, പക്ഷെ യഥാർത്ഥ കാരണം നമസ്കാരമല്ല. അപ്പോൾ ശിർക്കോ? ശിർക്കും യഥാർത്ഥ കാരണമല്ല. ശിർക്കാണോ യഥാർത്ഥ കാരണം? അല്ല. ബിദ്അത്തുകൾ അതും യഥാർത്ഥ കാരണമാണോ? അതും യഥാർത്ഥ കാരണമല്ല. നമ്മൾ ഇവിടെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാരണങ്ങളെല്ലാം കാരണങ്ങളായിരിക്കാം, പക്ഷെ യഥാർത്ഥ കാരണത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. എന്താണ് യഥാർത്ഥ കാരണം? ആ യഥാർത്ഥ കാരണം പഠിക്കരുതെങ്കിൽ നമ്മളെ മൊത്തം ശൈലി തന്നെ മാറിപ്പോകും. ആ യഥാർത്ഥ കാരണത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ. അതിൽ ശിർക്ക് ഏറ്റവും വലുതാണ് എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പൊ യഥാർത്ഥ കാരണം എന്താ? നമുക്ക് പരിശോധിക്കാം. സൂറത്ത് മുൽക്കിലൊരായത്തുണ്ട്. നരകത്തിലേക്ക് ആള് ഈ അക്രമികൾ ഇങ്ങനെ എറിയുന്ന സമയത്ത് കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജും സഅലഹും, അവരെ കൂട്ടം കൂട്ടമായി നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ അവർ പറയും ഖസനതുഹാ അലം യഅതികും നദീർ, എങ്ങനെ നിങ്ങൾ ഇവിടെ എത്തിയത്? ഉത്ബോധകന്മാർ വന്നിരുന്നില്ലേ? അപ്പൊ അവർ വന്നിരുന്നു, പക്ഷേ അടുത്ത വാക്കുണ്ട്, പക്ഷെ ഞങ്ങൾ നിഷേധിച്ചു. അത് കഴിഞ്ഞിട്ട് വാക്ക് പറയുന്നുണ്ട്, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു, ഞങ്ങൾ ഞങ്ങളുടെ അഖിലിനെ അള്ളാഹു നൽകി ആദരിച്ച മഹത്തായ അഖിൽ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഔദാര്യത്തെ, ആ ബുദ്ധിയെ ഞങ്ങൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ, ഞങ്ങൾ ഒരിക്കലും നരകത്തിലെത്തുമായിരുന്നില്ല. ബുദ്ധി ഉപയോഗിക്കുന്നതിനാണ് ഇവിടുത്തെ പൗരോഹിത്യം ഏറ്റവും എതിരെ. ബുദ്ധിന്റെ ശത്രുക്കളാണ് ഇവിടുത്തെ പൗരോഹിത്യം. ബുദ്ധി ഉപയോഗിക്കുക എന്നുള്ളതാണ്. നിങ്ങളത് പരിശോധിച്ച് നോക്കൂ, എത്ര സ്ഥലത്ത് അത് പറയുന്നത്. ഇന്ന ശറദ്ദവാബി ഇൻദല്ലാഹി സുമ്മുൽ ബുക്മുൽ ലദീന ലാ യഅഖിലൂൻ, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ട ജീവികൾ. എത്ര നിസ്കരിച്ചിട്ട് കാര്യമില്ല എന്നാണ് പറഞ്ഞതിന്റെ. നിസ്കരിക്കുന്നവനാണ് അവൻ, ദീനി പ്രവർത്തന രംഗത്ത് അവനുണ്ട്. പക്ഷേ അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹം, മനുഷ്യനെ അള്ളാഹു ആദരിച്ചതിന് മുഖ്യമായ കാരണം, ഏറ്റവും അള്ളാഹു നൽകിയ ആദരവിന്റെ അങ്ങേയറ്റത്തെ ആദരവ് അവന് നൽകിയ ആ അഖിലാണ്. പക്ഷെ ആ അഖിൽ അവൻ ഉപയോഗിച്ചില്ല. അവനെ പറ്റി അള്ളാഹ് പറയാണ്, അവനാണ് ഏറ്റവും വലിയ നികൃഷ്ടജീവി. സുമ്മുൽ ബുക്മുൽ ലദീന ലാ യഅഖിലൂൻ. ഇനി എന്നാലും ചോക്കൂ, വലഖദ് ദറഅനാ ലി ജഹന്നമ, ഇങ്ങനെ ഓതാൻ തുടങ്ങിയ ഇഷ്ടം പോലെ ആയത്തുണ്ട് കേട്ടോ. അപ്പൊ ശിർക്കോ? ശിർക്ക് ഈ ബുദ്ധിയില്ലായ്മ എന്നാണ് വന്നത്. ഈ ബുദ്ധി ഉപയോഗിച്ചില്ല, അവിടുന്നാണ് ശിർക്ക് രൂപപ്പെട്ടത്. വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ ഉലൈക കൽ അൻആം ബൽ ഹും അദൽ. അവർക്ക് ചിന്താശേഷി കണ്ണുകൊണ്ട് കണ്ടിട്ട് ഹൃദയം കൊണ്ട് ചിന്തിച്ചിട്ട് അവര് മാറ്റങ്ങൾ ഉണ്ടാക്കിയില്ല. ചെവി കൊണ്ട് കേട്ടിട്ട് അവരെന്ത് ചെയ്തില്ല? അതിനെ അപഗ്രഥിച്ചില്ല. അവർ ശരിയായ രീതിയിൽ കേൾക്കുകയോ കാണുകയോ ചിന്തിക്കുകയോ ചെയ്തില്ല. ഉലൈക കൽ അൻആം, അവർ മൃഗങ്ങളെ പോലെയാണ്. ഉടനെ അല്ലാഹു പറയണേ, അല്ല, മൃഗങ്ങൾ ഒരിക്കലും അധപ്പതിച്ചിട്ടില്ല. ബൽഹും അദൽ, എന്നാൽ നിങ്ങൾ അധപ്പതിച്ചവരാണ്. നിങ്ങളെ ഈ രീതിയിലുള്ള നിങ്ങളെ വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, ഇങ്ങനെയുള്ള മനുഷ്യവർഗത്തിലെയും ജിന്നുവർഗത്തിലെയും ആളുകളെ കൊണ്ട് നരകത്തെ ഞാൻ കുത്തി നിറക്കുക തന്നെ ചെയ്യും. അപ്പൊ ബുദ്ധി ഉപയോഗിക്കണം നമ്മൾ. അപ്പൊ ബുദ്ധിക്ക് എതിരായിട്ടുള്ള രണ്ട് കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കുന്നത്. രണ്ട് കാര്യം.
കുറെ കാര്യങ്ങളുണ്ട്. അതിൽ 2 കാര്യത്തെ ഞാൻ സൂചിപ്പിക്കുകയാണ്. അതിലൊന്നെന്താണ്? ഒന്ന് പാരമ്പര്യവാദം. അപ്പോ നമ്മൾ ഇതിന്റെ ഓർഡർ പഠിക്കുമ്പോൾ നരകത്തിന് രക്ഷപ്പെടാനുള്ള ലക്ഷ്യം. അതിനെന്ത് വേണം? ബുദ്ധി ഉപയോഗിക്കണം. ബുദ്ധിയുടെ ശത്രു, ബുദ്ധിയെ ഏറ്റവും കൂടുതൽ അപകടപ്പെടുത്തുന്ന സാധനം ഒന്ന്. അതിൽ ആ ഓർഡർ ഒന്നല്ലട്ടാ, ഞാൻ അതിൽ ഒന്ന് എന്ന് പറയുന്നത് മാത്രം. അതിലൊന്നെന്താ? പാരമ്പര്യവാദം. ഒരുപാട് സ്ഥലത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഞങ്ങളുടെ കാരണവന്മാര്, ഞങ്ങളുടെ പാരമ്പര്യം, ഞങ്ങളുടെ പിതാക്കന്മാർ, പ്രപിതാക്കന്മാർ അവർ എന്താണോ ചെയ്തത്, എന്താണോ അവർ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടത്, അതാണ് ഞങ്ങൾ പിൻപറ്റുന്നത്. അപ്പൊ അള്ളാഹു ചോദിക്കുകയാണ്, ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ. അവർ ചിന്തിക്കാത്തവരും ഹിദായത്തിൽ നിന്ന് പുറത്തുപോയ വലാലത്തിലേക്ക് പോകുന്ന നരകത്തിന് അവകാശികളായിരുന്നു എങ്കിലോ, അങ്ങനെയുള്ളവരാണെങ്കിലോ അവർ. അപ്പൊ നമ്മളെ കൂട്ടത്തിൽ കുറെ ആൾക്കാരുണ്ട് കേട്ടാ. അത് വേറെ ഏതോ ഒരു വിഭാഗത്തെ പറ്റി പറയാനാണ് എന്ന് നമ്മളെ കൂട്ടത്തിലെ ചില ആളുകൾ ചിന്തിക്കുകയാണ്. അത് ഇവിടുത്തെ യാഥാസ്ഥിക വിഭാഗത്തെ കുറിച്ച് പറയുകയാണ്. നമ്മളെ പറ്റിയിട്ടില്ല, നമ്മളൊക്കെ പെർഫെക്റ്റ് ആണെന്നാണ്. ഈ നമ്മൾ പെർഫെക്റ്റ് ആണെന്നുള്ള വാദം തന്നെ ജൂതന്റെ സിദ്ധാന്തമാണ്. ചിന്തിക്കുന്ന ആളുകൾ അങ്ങനെയല്ലേ പറയുക. ജൂതന്റെ സിദ്ധാന്തം എന്താ? ഞങ്ങൾ ഉഷാറാണ്, അവര് പോക്കാണ്. പക്ഷെ ചിന്തിക്കുന്നവരുടെ പ്രത്യേകത എന്താണ്? ഈ ആയത്തിനെ സ്വന്തത്തിലൊന്ന് ചിന്തിച്ചാൽ മതി. സ്വന്തത്തിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കും. ഈ ആയത്ത് വളരെ ചിന്തിക്കാനുള്ള വിഷയം ഈ ആയത്തുമ്പോ തന്നെ ചിന്തിക്കാനുണ്ട്. അതായത് ഇപ്പൊ നമ്മള് ഒരു യാഥാസ്ഥിക വിഭാഗത്തിൽ പെടാത്ത കുറെ ആളുകളുണ്ടല്ലോ. ആ ആളുകളോട് നമ്മളൊന്ന് പോയി സംസാരിച്ചു നോക്കൂ. ഫ്രീ ആയിട്ട് സംസാരിക്കാം. ഞാൻ സംസാരിച്ചിട്ട് എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അതേ അനുഭവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ടാവും. അതെന്താണെന്നറിയോ? സംസാരിച്ചു വരുമ്പോ വിശുദ്ധ ഖുർആൻ എന്ന ആ പ്രമാണത്തെ വിശദീകരിക്കുന്ന ഖുർആനിന്റെ അടിത്തറയോട് പൂർണ്ണമായും യോജിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ തെളിവായി അവതരിപ്പിക്കുമ്പോൾ അവർ കാണാൻ ഞങ്ങളുടെ പൂർവികരായ പണ്ഡിതന്മാർ, ഞങ്ങളുടെ ആ കിതാബുകൾ, ഞങ്ങളുടെ ഈ കിതാബുകൾ, ആ ഫത്വ, ആ പണ്ഡിത സഭയുടെ ഈ ഫത്വ. അപ്പൊ ഇതും അതും തമ്മിൽ എന്താ വ്യത്യാസം? എനിക്ക് വ്യത്യാസം തീരെ മനസ്സിലാവുന്നില്ല. എന്നിട്ട് അവരെങ്ങനെ ചീത്ത പറയാ? ഇവരുടെ യോഗ്യത എന്താ? ഇവരും അതാ പറയുന്നത്. ഇപ്പൊ ഒരു സംവാദം, ഞാൻ സംവാദം കണ്ടപ്പോ, ഈ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംവാദം നടക്കുകയാണെങ്കിൽ ആ സംവാദം കഴിഞ്ഞ് തിരിച്ചു ആ 4, 5, 6 മണിക്കൂർ സംവാദം നടന്നുണ്ടാവും. പക്ഷെ അത് ശരിക്കും ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് ഒന്നും മനസ്സിലായിണ്ടാവില്ല. കാരണം എന്താ? ഇവരെടുക്കുന്ന കിതാബാണ്. ഈ കിതാബ് എഴുതിയതാ കുറെ പൂർവിക പണ്ഡിതന്മാരാണ്. അവര് പറയുന്ന എന്താ? കുറെ പൂർവികന്മാരായ പണ്ഡിതന്മാരാണ്. ഇവരും പറയുന്ന പൂർവികന്മാരായ പണ്ഡിതന്മാരാണ്. എന്നിട്ട് ഈ പൂർവികന്മാരെ പണ്ഡിതന്മാരുടെ കിതാബിൽ നിർത്തിട്ട് നിങ്ങൾ പറഞ്ഞ പണ്ഡിതനുണ്ടല്ലോ, ആ പണ്ഡിതൻ പറഞ്ഞതിൽ തന്നെ ഞങ്ങൾ പറയുന്ന കാര്യമുണ്ട്. ഇവർ അവിടുന്ന് ഇങ്ങോട്ടും പറയും, അവിടുന്ന് ഇങ്ങോട്ടും പറയും. ചുരുക്കി പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അള്ളാന്റെ ഖുർആൻ എടുക്കായിരുന്നെങ്കിലോ ആളുകൾക്ക് വളരെ എളുപ്പമായി, ആളുകൾക്ക് വളരെ സിമ്പിളായി. ആ ഖുർആനിന് പകരം പാരമ്പര്യവാദത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളിലേക്ക് സമുദായം പോയി. ഒരു പരിഹാരം ഒന്നിനും ഉണ്ടായിട്ടില്ല. ഒരു പരിഹാരം ഏത് വിഷയത്തിലാണ് പരിഹാരം ഉണ്ടായിട്ടുള്ളത്? എല്ലാത്തിലും ചെറുതും വലുതുമായ വിഷയത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കും. ഈ തർക്കിച്ചുകൊണ്ടിരുന്നു. ഈ ആചാരങ്ങളിൽ, ഈ കർമ്മങ്ങളുടെ വ്യത്യസ്തമായ രൂപങ്ങളെ സംബന്ധിച്ച് തർക്കിച്ച് പരിഹാരം കാണാൻ പറ്റുന്നില്ല. ശരിക്കും ഇത് സാഗൂതം വീക്ഷിക്കുന്ന ഒരാൾക്കും ഒരു പരിഹാരവും കണ്ടെത്താൻ സാധിക്കുന്നില്ല. കാരണം എന്താ? ഈ പാരമ്പര്യം തന്നെയാണ് രണ്ടു കൂട്ടരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പാരമ്പര്യം പറയുന്നവർ 100% വഴിപിഴച്ചവരാണ്. ഇത് വിശുദ്ധ ഖുർആന്റെ അടിത്തറയല്ലേ? ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബായ മുത്തായ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നതിന് മുമ്പ് നമ്മൾ എന്ത് പറഞ്ഞിട്ടാ പോയത്? തറക്തു ഫീകും അംറൈനി ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത്തി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 കാര്യം. ഇത് വലിയ വിഷയമാണ്. ഏറ്റവും വലിയ വിഷയം ഇതന്നെയാണ്. ഇതുമ തെറ്റിയൊരു കംപ്ലീറ്റ് തെറ്റിപ്പോവാണ്.
ശരിയാണെന്ന് ഓരോ ഗ്രൂപ്പുകാർക്കും തോന്നുകയാണ്, പക്ഷെ പഠിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, 2 കാര്യം ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുകയാണ്. നിങ്ങളെ ഞാൻ വഴിയാധാരമാക്കിയിട്ടല്ല പോകുന്നത്. 2 കാര്യം. ഒന്നെന്താണ്? കിതാബ് അല്ലാഹി, അള്ളാഹുവിന്റെ കിതാബ്. ആ കിതാബിന്റെ അടിത്തറയിൽ വിശദീകരിക്കപ്പെട്ട വസുന്നത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ സുന്നത്ത്. മൂന്നാമത്തെ എവിടെ? മൂന്നാമത്തെ ഇല്ല, വെറുതെ പറയാണ് മൂന്നാമത്തിനെ തള്ളിക്കളയുക. ഈ സമുദായം മൂന്നാമത്തിനെ തള്ളിക്കളയുന്നിടത്താണ് ഈ സമുദായം ഐക്യപ്പെടുകയുള്ളൂ. നിങ്ങൾ ഏത് മതപരമായ ദീനിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നതുമായ കാര്യത്തിൽ നിങ്ങൾ സകല വിഷയങ്ങളിലും ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂലിഹി, അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും മടക്കുക. അപ്പൊ അതേ ആയത്തിൽ തന്നെ വേറെ ഉണ്ട് ട്ടാ, അത് ഭയങ്കര വിറ്റാ. ഈ ആയത്ത് പറഞ്ഞപ്പോ വലിയ വാചക കസറത്തുള്ള ആളുകള് അവർ വാക്കാണ് അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല വഉലിൽ അംരി മിൻകും. ആ ആയത്തിൽ അങ്ങനെ ഇല്ലേ? അതിന്റെ വാക്യം എങ്ങനെ ഉള്ളത്? ആ ആയത്തിൽ അനുസരിക്കാനാ പറഞ്ഞു, മടക്കാൻ പറഞ്ഞിട്ടില്ല. അതെ, ശുദ്ധ ഖുർആന് എന്ന് പറയുന്ന സാധനം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മഹത്തായ ഔദാര്യമാണ്. ഇത് വളരെ എളുപ്പമാണ്. ഇതിനെ ടഫാക്കിയ ഇത് നമുക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് നമ്മൾ കുറെ കിതാബ് എടുക്കണം, കുറെ പണ്ഡിതന്മാരെ ഫത്വകളിലേക്ക് പോകണം, കുറെ പാരമ്പര്യവാദം നമ്മൾ പറയണം. ഈ പാരമ്പര്യവാദം, അതായത് വിശുദ്ധ ഖുർആനിനെ വിശദീകരിക്കുന്ന ഹബീബിന്റെ മഹത്തായ ഔദാര്യപൂർണമായി അള്ളാഹു നമുക്ക് നൽകിയ ആ മഹത്തായ കാരുണ്യമായി അള്ളാഹു നമുക്ക് നൽകിയ ആ ജീവിതത്തെയും തള്ളിക്കൊണ്ട് മൂന്നാമത്തതിലേക്ക് നിങ്ങൾ പോയാൽ തീർച്ചയായും നിങ്ങൾ 100% വഴിപിഴച്ചു പോകും, നരകത്തിലേക്കും. എത്ര സ്കരിച്ചിട്ടും കാര്യമില്ല. ആ പ്രയോഗം നോക്കണം. ലൻ തല്ലില്ലു എന്നാ പറഞ്ഞ്, നിങ്ങൾ ഒരിക്കലും പിഴച്ചു പോവുകയില്ല. ഇത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ. അപ്പൊ മൂന്നാമത്തെ എങ്ങനെ പിടിക്കാൻ കയ്യ? ഇത് രണ്ടും മുറുകെ പിടിക്കാനാ പറഞ്ഞേ. ഇത് രണ്ടും മുറുകെ പിടിക്കാൻ പറഞ്ഞ പിന്നെ ഏത് മൂന്നാമത്തേത് വലിച്ചെറിയുക. ആ വലിച്ചെറിയുന്നതിലൂടെയാണ് നാളെ നരകത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുള്ളൂ. പിന്നെ ശിർക്ക് വരാനുള്ള ഒരു ചാൻസും ഇല്ല. പിന്നെ സംഗതി വളരെ എളുപ്പമായി. ഇതൊക്കെ വലിയ വിഷയങ്ങളാ. ഇനിങ്ങനെ ഓരോന്ന് പരിശോധിച്ചാല് ഇവർ പറയുന്ന ആശയങ്ങളുടെ വൈരുദ്ധ്യങ്ങളെ നമുക്ക് ഈ 2 സാധനം വെച്ച് നമുക്ക് ശരിക്കും പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും. രണ്ടാമത്തെ പ്രശ്നം എന്താ? അതിലേക്കാണ് ഞാൻ വരച്ചുകൊണ്ടുള്ളത്. അതുകൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. നരകത്തില് കിടന്ന് ഉരുളുന്ന ആൾക്കാർ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, ആ ഉരുണ്ടുകൊണ്ടിരിക്കുന്ന ആളുകള് പറയുന്നൊരു വാക്കുണ്ട്. സൂറത്ത് അഹ്സാബ് 67-68. ഈ ആയത്തുകളിലൂടെ ഒരിക്കലെങ്കിലും കണ്ണോടിച്ചു പോയിരുന്നെങ്കിൽ, ഈ ആയത്തുകളെ കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ കുറിച്ച് തന്നെ ചിന്തിക്കാൻ അള്ളാഹു നമ്മളോട് പറയണേ. അപ്പൊ ഇവിടെ പൗരോഹിത്യം പറയാ ചിന്തിക്കണ്ട, ഞങ്ങളണ്ട് വിട്ടരും, അത് നിങ്ങളണ്ട് സ്വീകരിക്കുക. അള്ളാഹുവിന്റെ ഖുർആനിനെ കുറിച്ച് പോലും ചിന്തിക്കണമെന്ന് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ആ ആയത്തിനെ കുറിച്ച് ചിന്തിക്കുന്നതിന്റെ ഫലമായി നിങ്ങളുടെ ഹൃദയങ്ങളെ ഞാൻ തുറന്നു തരും. നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് പൂട്ടുകൾ ഇട്ടിരിക്കുകയാണോ? നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് നിങ്ങൾ സ്വയം പൂട്ടുകൾ ഇട്ടിരിക്കുകയാണോ? ഹൃദയത്തെ നിങ്ങൾ അടച്ചു വെച്ചിരിക്കുകയാണോ? ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന അത്ഭുതത്തെ നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ആ ആയത്തിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കാൻ നിങ്ങൾ തയ്യാറാവും. പക്ഷെ ഖുർആനെ പറ്റി ചിന്തിച്ച് നമ്മൾ ഏതോ ഒരു പണ്ഡിതൻ ഖുർആനിന്റെ ആയത്തുകളെ കുറിച്ച് നിങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഖുർആനിന്റെ ആയത്തുകളിലേക്ക് ചാടി വീഴരുത്, ആ ആയത്തെ തന്നെ നിങ്ങൾ ചിന്താവിധേയമാക്കണം എന്ന് പറഞ്ഞപ്പോ ഇവിടുത്തെ പൗരോഹിത്യം മൊത്തത്തിൽ ഇളകി. അതാ ഖുർആനെ പറ്റി ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അത് കുഫ്റാണ്. ഖുർആൻ തന്നെ പറഞ്ഞാൽ ചിന്തിക്കാൻ. അപ്പൊ ഈ ആയത്തിലേക്ക് വരാം. അപ്പൊ ഈ ആയത്തിലെ സബ്ജക്ട് വേറാണ്. ഇത് രണ്ടാമത്തെ സബ്ജക്റ്റാ. ചിന്തയുടെ എതിരായി വരുന്ന രണ്ടാമത്തെ സബ്ജക്ട്. ഒന്ന് പാരമ്പര്യവാദം, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു.
യൗമ തുഖല്ലുബു വുജൂഹും ഫിന്നാരി യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ വ അതഅന റസൂൽ. അതായത് നരകത്തിൽ അവരുടെ മുഖം കേടുന്നിങ്ങനെ ഉരുളും. ആര്? ചിന്തിക്കാത്ത ജാഹിലുകൾ. എന്നിട്ട് അവരിങ്ങനെ കിടന്ന് ഉരുളുമ്പോ അവരിങ്ങനെ പറയണം, ഞങ്ങൾ യാ ലൈതനാ, ഈ നരകത്തിൽ ഞങ്ങൾ എത്തൂലല്ലോ, അതഅന അല്ലാഹ വ അതഅന റസൂൽ, അല്ലാഹുവിനെ റസൂലിനെ അനുസരിച്ചിരുന്നെങ്കിൽ, ഖുർആനിലേക്ക് റസൂലിലേക്ക് മടക്കിയിരുന്നെങ്കിൽ എന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. പാരമ്പര്യവാദത്തിന്റെയും കിതാബുകളുടെയും ഫത്വകളുടെയും പിന്നാലെ പോവാതിരുന്നില്ലെങ്കിൽ എന്ന് പറയുകയാണ്. എന്നിട്ട് അടുത്ത ഡയലോഗ് നോക്കൂ. വഖാലൂ റബ്ബനാ, അവര് പറയാണ്, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാണ്, നമ്മളെ ബുദ്ധി എന്ന് പറഞ്ഞ വലിയ അനുഗ്രഹമാണ്, അത് കൊണ്ടേ നശിപ്പിക്കേണ്ട നമ്മൾ. അത് തന്നെയാണ് നമ്മളെ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ. ആ ബുദ്ധി അത് നമ്മൾ ഉപയോഗിച്ചത് നമ്മളെ മുന്നിൽ ഒരാൾക്കും പിടിച്ചു നിൽക്കാൻ പറ്റൂല. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ബുദ്ധിയാണ് ഇവിടുത്തെ വിഷയം വരുന്നത്. വീണ്ടും പറയണേ, വഖാലൂ റബ്ബനാ ഇന്നാ അതഅനാ സാദാതനാ വ കുബ്റാഅനാ, ഞങ്ങൾ അനുസരിച്ചത് ഞങ്ങളെ നേതാക്കന്മാരെ, ഞങ്ങളുടെ ഉസ്താദുമാരെ, വ കുബ്റാഅനാ, ഞങ്ങളുടെ നേതാക്കന്മാരെ ഞങ്ങൾ അനുസരിച്ചു. ഫഅളല്ലൂനാ സബീൽ, അവർ ഞങ്ങളെ സത്യമാർഗത്തിൽ നിന്ന് പഴപ്പിച്ചത്. കാരണം എന്താ? ചിന്തിക്കാതെ ഇങ്ങനെ അവരെ പിന്നാലെ പോയി. വിശുദ്ധ ഖുർആനിലെ പല സ്ഥലത്തും ആയത്തുണ്ട്, പല തരത്തിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൽ ഒരു ഭാഗം, ഖാലല്ലദീന കഫറൂ റബ്ബനാ അരിനല്ലദീന അദല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ്, ഞങ്ങളെ ചിന്തിക്കുന്നതിൽ നിന്ന് തടഞ്ഞിട്ട് ഇതെന്തോ സംഭവമാണ്, ഞങ്ങൾ പറഞ്ഞ് നിങ്ങളോട് സ്വീകരിച്ചാൽ മതി എന്ന രീതിയിൽ ഈ വിശുദ്ധ ഖുർആനിന്റെ അടിത്തറയിലുള്ള പ്രവാചകന്റെ ജീവിതകമാകുന്ന ദീൻ, അദ്ദീൻ യുസ്റുൻ, അത് വളരെ എളുപ്പമായിരുന്നു. പക്ഷെ അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കി, സങ്കീർണമാക്കി, എന്നിട്ട് അതിനെ ലളിതമായി വിശദീകരിച്ച് സിമ്പിളായി പറഞ്ഞതിന് പകരം അതിനെ വളരെ വക്രീകരിച്ചിട്ട് ഞങ്ങളെ ഈ ചിന്തയിൽ നിന്ന് തടഞ്ഞ്, അങ്ങനെ ആ ചിന്തയിലൂടെ ഞങ്ങളുടെ നാഥനെ കണ്ടെത്തുന്നതിൽ നിന്ന് ഞങ്ങളെ തടഞ്ഞ, ഞങ്ങളുടെ നാഥനിൽ നിന്ന് ഞങ്ങൾ അകറ്റിയ ആ ആളുകളെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം. നജഅൽഹുമാ തഹ്ത അഖ്ദാമിന, ഞങ്ങൾ അവരെ ചവിട്ടി തയക്കട്ടെ. അവിടെ പോയിട്ട് അയച്ചാൽ ഇവിടെ വലിയ കമ്പനി ആയിരുന്നവരൊക്കെ അവിടെ ശത്രുക്കളായി മാറുന്നു. അപ്പൊ ചുരുക്കത്തില് ഈ ഒരു ആശയം നമ്മൾ ശരിക്കും പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതീവ ഗൗരവമുള്ള വിഷയം ഈ അഹ്സനി തഖ്വീം എന്ന് പറഞ്ഞ അള്ളാഹു നമ്മളെ ഏറ്റവും മനോഹരമായി സൃഷ്ടിച്ചു. വലഖദ് കറംനാ ബനി ആദം, അള്ളാഹു ആദമിന്റെ സന്തതികളെ ആദരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ബേസ് അഖിലാണ്. ഈ അഖില് സംഘടനയുടെയും പണ്ഡിതന്മാരുടെയും പാരമ്പര്യത്തിന്റെയും സ്വന്തം താല്പര്യങ്ങളുടെയും ഇച്ഛകൾ അഹങ്കാരത്തിന്റെയും കാൽ കീഴിൽ വെച്ചുകൊണ്ട് നമ്മളെ പരലോകവും നഷ്ടപ്പെടുത്തരുത്. നരകശിക്ഷ അതികഠിനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സമയം അതിക്രമിച്ചു. ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ പണ്ഡിതൻ അബ്ദുൽ ഹമീദ് മദനി അല്ലേ, അദ്ദേഹം അസുഖമായി ബാധിതനായിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ സഹോദരന്മാരും സഹോദരിമാരും അദ്ദേഹത്തിൻ്റെ രോഗശാന്തിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെയും ഖുർആനിൻ്റെ അടിത്തറയിൽ നിലകൊള്ളുന്ന ആ സ്വഹീഹായ ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ ധാരാളം നയിച്ച അദ്ദേഹത്തിന് ഇനിയും സജീവമായ നേതൃത്വം നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും നമ്മൾക്ക് സംഭവിച്ചു പോയ വീഴ്ചകൾ, കുറ്റങ്ങൾ, കുറവുകൾ അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ പൊന്നു മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ശാരീരികമായി, മാനസികമായി, കുടുംബപരമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവർ
ധാരാളം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, സബ്ർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ഈമാനികമായ കരുത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ സ്വന്തം ശരീരത്തിന്റെ ഭാഗമാണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അങ്ങേയറ്റത്തെ സബ്ർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ഈമാനികമായ കരുത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്കും നമുക്കും കൺകുളിർമയുള്ള വിജയം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസി ലോകത്തിന്റെ മാനവികതയുടെ ഈ പരിശുദ്ധ ദീനിന്റെ യഥാർത്ഥമായ ഉയർച്ചയും എല്ലാ അക്രമികളിൽ നിന്നും എല്ലാ രാജ്യങ്ങളെയും മോചിപ്പിക്കുന്ന ആ മാനവികതയുടെ ഇസ്ലാമിന്റെ ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനം അടക്കമുള്ള മഹത്തായ വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല സാധ്യമാക്കുമ്പോൾ അത് കണ്ണുകൊണ്ട് കാണാൻ, അങ്ങനെ കണ്ണുകൊണ്ട് കണ്ട് കൺകുളിർമയേകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഭൂമിയിൽ നിന്ന് വിട പറയുമ്പോൾ യഥാർത്ഥ മുഅ്മിനായി, മുഹ്സിനായി, മുത്തഖിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാഗതം ചെയ്യുന്ന, അള്ളാഹുവിന്റെ മാലാഖമാരാൽ സ്വാഗതം ചെയ്യപ്പെടുന്ന ആ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ചിന്തയെ ഉപയോഗിച്ച് തന്റെ നാഥനെ കണ്ടെത്തിയ ഏറ്റവും അപൂർവ ഭാഗ്യമുള്ളവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തലമുറകളെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബർ ശിക്ഷയുടെ ഭയാനകതയിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മുടെ മുൻഗാമികളെയും തലമുറകളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിചാരയുടെ കെടുതികളിൽ നിന്ന് അള്ളാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. അവസാനം അവന്റെ കഠോരമായ ചിന്തയെ ഉപയോഗിക്കാതെ അങ്ങനെ ആ നരകത്തിന്റെ ഭീകരമായ ശിക്ഷയിൽ അകപ്പെട്ടുപോയ ശിർക്ക് ബിദഅത്ത് അടക്കമുള്ള ഹറാമുകൾ ചെയ്തതിന്റെ ഫലമായി നരകത്തിൽ അകപ്പെട്ടുപോയ ആ ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ മുൻഗാമികളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി ഒരുമിച്ച് കൂടാനും നമ്മുടെ നാഥനെ ദർശിക്കാനും ആ നാഥന്റെ ലിഖാഹ് കണ്ട് ആസ്വദിക്കാൻ അള്ളാഹു നമുക്കും നമ്മുടെ മുൻഗാമികൾക്കും നമ്മുടെ തലമുറകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.